നെപ്പോളിയൻ ഒരു ദിവസം ഗാർഡ് ഓഫ് ഓണർ നോക്കുക, പട്ടാളത്തെ പരിശോധിക്കുകയാണ്. പട്ടാളമെല്ലാം നിൽക്കുകയാണ്. യുദ്ധത്തിന് പോകുമ്പം വേറൊരു കാര്യം, യുദ്ധം ഇല്ലാത്തപ്പോഴൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ അവരുടെ പട്ടാളത്തെ പരിശോധിക്കും. അവരുടെ ഷൂസ്, അവരുടെ ഡ്രസ്സ് എല്ലാം പരിശോധിക്കാം. അദ്ദേഹം കുതിരപ്പുറത്താണ്. അദ്ദേഹം കുതിരപ്പുറത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. പട്ടാളക്കാരെല്ലാം വടി പോലെ നിൽക്കണം, ആരും അനങ്ങാൻ പാടില്ല. ഞാൻ പട്ടാളത്തിലായിരുന്നുകൊണ്ട് എനിക്കറിയാം, അനങ്ങാൻ പാടില്ല. മൂക്കിൻ്റെ അറ്റത്ത് വന്നൊരു കൊതുക് കടിച്ചാൽ അനങ്ങാൻ പാടില്ല. അനങ്ങിയാൽ പണിഷ്മെൻറ്റ് കിട്ടും. നെപ്പോളിയൻ കുതിരപ്പുറത്ത് ഇങ്ങനെ പട്ടാളത്തെ ഓരോരുത്തരും നോക്കി പോവുകയാണ്. അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഈ കുതിര പെട്ടെന്ന് അങ്ങ് ചനച്ചു. അതിന് ഇംഗ്ലീഷിൽ ബോൾട്ട് എന്ന് പറയും. കുതിര അങ്ങ് കാലൊക്കെ രണ്ട് കൈയും അങ്ങ് പൊക്കും. നെപ്പോളിയൻ വീഴാൻ തുടങ്ങി. ഈ ഒരു പട്ടാളക്കാരൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു. അദ്ദേഹം ആ കുതിരയുടെ കടിഞ്ഞാറിന് കഴിച്ച് പിടിച്ചു. അതുകൊണ്ട് നെപ്പോളിയൻ വീണില്ല. നെപ്പോളിയൻ ഇങ്ങനെ പറഞ്ഞു, താങ്ക് യു ക്യാപ്റ്റൻ. അദ്ദേഹം അടുത്തുള്ളവരെയൊക്കെ പരിശോധിച്ചൊക്കെ പോയി. ഈ പട്ടാളക്കാരൻ ബുദ്ധിമുള്ളവനായിരുന്നു. ചിലപ്പം എൻ്റെ കുടുംബത്തിൽ ജനിച്ചായിരിക്കും. അദ്ദേഹം തിരിച്ച് പലരെല്ലാം കഴിഞ്ഞ് ബാരക്കിലോട്ട് ചെന്നു. ബാരക്കിൽ ഒരു പട്ടാളക്കാരൻ വിളിച്ചു, എൻ്റെ കണക്കെടുത്താട്ടെ. എവിടെ പോവാ? ഓഫീസർ മെസ്സിൽ. എന്താ കാര്യം? അത് പിന്നെ പറയാം, എടുത്താട്ടെ. അതിനെ കൊണ്ട് എടുപ്പിച്ച് നേരെ ഓഫീസർ മെസ്സിൽ ചെന്നു. അവിടെ ചെന്ന് വെച്ച് പറഞ്ഞു, എൻ്റെ പേരാണ് ക്യാപ്റ്റൻ, അതുകൊണ്ട് എനിക്ക് മുറി വേണം. അവരൊരാൾ, ആര് പറഞ്ഞു ക്യാപ്റ്റനായെന്ന്? എംപറർ പറഞ്ഞു, നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ. ഒരാൾ ചെന്ന് വെച്ച് ചോദിച്ചു, സാർ ഇതുപോലെ ഒരാൾ താണ്ട വന്നിരിക്കുന്നു, മിസ്റ്റർ മിത്തോ ഏതാണ്ടൊരു പേര് പറഞ്ഞു. ആണ്ട് പറഞ്ഞു, ക്യാപ്റ്റനാക്കിയെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇഫ് ദ എംപറർ സെഡ് സോ ഇറ്റ് ഈസ് സോ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാമോ? എംപറർ, ചക്രവർത്തി അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ. ഞാൻ പറയുന്നു, ചക്രവർത്തി പറഞ്ഞെങ്കിൽ എനിക്ക് പറഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ തന്നെ. എൻ്റെ ദൈവം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കണം. നിങ്ങളുടെ ആരോഗ്യത്തിനകത്ത്, നിങ്ങളുടെ പ്രധാനത്തിനകത്ത്, നിങ്ങളുടെ കഴിവിനകത്ത് എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് തരും.